വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അവിടെ കർമ്മങ്ങളൊക്കെ തുടങ്ങുകയാണ്. മൂപ്പനാണെങ്കിൽ അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അന്നേരം മരിച്ച ആളിൻ്റെ എല്ലാം ആലോചിച്ചതിന് ശേഷം അത് ചെയ്യുക എന്ന് പറയുന്നുണ്ട്. അവസാനമായിട്ട് നിലനിൽക്കുന്നതാണ് ഈ ഒരു ചിതാഭസ്മം എന്ന് പറയുന്നത്. അപ്പോൾ ഇതും കൂടി ജയിച്ച് കഴിയുമ്പോൾ ആത്മാവിന് മോക്ഷം കിട്ടും. പിന്നീട് ഈ ഭൂമിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വിഷ്ണുവിനെ കുറിച്ച് ഇങ്ങനെ ശാലിനി ഇങ്ങനെ ഓർമ്മിക്കുന്നുണ്ട്. എന്നിട്ട് കരഞ്ഞുകൊണ്ട് അത് ചെയ്യാനായിട്ട് ആ ഒരു കർമ്മം ചെയ്യാനായിട്ട് ആ കുടം വെച്ച് മൂടി വെച്ചിരിക്കുന്ന ആ കുട ഇങ്ങനെ അങ്ങോട്ട് എടുക്കുന്ന ആ ഒരു ടൈമിൽ ശാലിനിയുടെ കൈ തട്ടി അത് ആ പുഴയിലേക്ക് അങ്ങ് വീണ് പോവുകയാണ് ചെയ്യുന്നത്. അന്നേരം അയ്യോ എന്നും പറഞ്ഞങ്ങോട്ട് ശാലിനി എഴുന്നേൽക്കുന്നുണ്ട്. അന്നേരം സ്വാമിയെന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. പക്ഷേ അത് എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അന്നേരം അരുത് എന്ന് പറയുകയാണ്. ഈ ആത്മാവിന് ഈ ഭൂമി വിട്ട് പോകാനായിട്ട് താല്പര്യമില്ല, ഇവിടെ പിടിച്ചു നിർത്തുന്ന എന്തോ ഒന്നുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ശാരദാമ്മയോട് പറഞ്ഞത് തലേ ദിവസം വിളിച്ച് പറഞ്ഞില്ലേ അവിടെ കർമ്മങ്ങൾ ഇത് ചെയ്യരുത്, ആപത്താണ് എന്നൊക്കെ പറഞ്ഞതിങ്ങനെ ഓർമ്മിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്താ ചെയ്യുക എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം പോകാൻ താല്പര്യമില്ലാത്ത ഒരാളിനെ തല്ലിക്കെടുത്തി അനുവദിക്കുന്ന അത് ശരിയായ ഏർപ്പാടല്ലല്ലോ. അങ്ങനെ ചെയ്താലും ഫലമുണ്ടാകുകയില്ല. ഇന്ന് വെളുത്ത വാവാണ്. പിന്നെ അതിൻ്റെ ആ ഒരു ദിവസത്തിൻ്റെ ആ ഒരു കണക്കൊക്കെ പറയുന്നുണ്ട്. ഇന്ന് ശുഭകാര്യങ്ങൾ ചെയ്യാനായിട്ട് നല്ല ദിവസമല്ല, ഈ ദിവസം തിരഞ്ഞെടുത്തതേ അപ്പാടെ പരാജയം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഇവിടെ ഈ ഭൂമിയിൽ പിടിച്ചു നിർത്തുന്ന എന്തോ ഒന്നുണ്ട് എന്ന് പറയുമ്പോൾ ശിവനിങ്ങനെ ആ ഒരു നെഞ്ചിങ്ങനെ വേദനിക്കുമ്പോൾ ശിവനിങ്ങനെ പിടിക്കുന്നുണ്ട്. പക്ഷേ ശാലിനി അങ്ങ് ആ പുഴയിലേക്ക് ആ കുടം ഇങ്ങനെ ഒഴുകിപ്പോയില്ലേ, അതിങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അന്നേരമാണെങ്കിൽ വീണ്ടും ഈ സ്വാമി ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ശിവൻ ചോദിക്കുന്നുണ്ട്. അന്നേരമാണെങ്കിൽ പറയുന്നുണ്ട് ഇനി അതിൻ്റെ ബാക്കി കണ്ടുപിടിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. ഈ മരിച്ചു എന്ന് പറയുന്ന ആൾ മരിച്ചു പോയി എന്ന് പറയുന്നത് ഉറപ്പല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ ആകെ അന്തിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇനി ആ ഒരു ജീവനിൽ എന്തോ ഒന്ന് ഈ ഭൂമിയിൽ ബാക്കിയുണ്ട്, അത് കണ്ടുപിടിച്ച് അതിൻ്റെ ബാക്കി കർമ്മങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിന് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ചെയ്യുക എന്നിങ്ങനെ മൂപ്പൻ പറയുകയാണ്. അന്നേരം അവിടെയാണെങ്കിൽ ആ ഒരു കർമ്മം ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല, നിമഞ്ജനം ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതിങ്ങനെ ആ കുടത്തോടു കൂടി അതങ്ങ് ആ വെള്ളത്തിലേക്ക് അങ്ങ് ഒഴുകി പോവുകയാണ് ചെയ്യുന്നതൊക്കെ. ഇതേ സമയം അവിടെ സത്യഭാമയുടെ വീട്ടിൽ ഭാമയാണെങ്കിൽ പിന്നെ സത്യയുടെ തലയിൽ ഇങ്ങനെ എണ്ണയൊക്കെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. പപ്പി അവിടെ ഇരുന്ന് അതൊക്കെ ചെയ്യുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് എണ്ണ തേപ്പിക്കാനും പിന്നെ എണ്ണയൊന്നും തേക്കത്തില്ല, മുടിയൊക്കെ പാറി പറന്ന് നടക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് സത്യയോട്. അന്നേരം സത്യ പറയുന്നുണ്ട് അമ്മയ്ക്കാണെങ്കിൽ ജോലി തിരക്ക് സമയമൊന്നുമില്ല, എനിക്ക് പിന്നെ ആരെണ്ണ തേച്ച് തരാനാണ്, സത്യാമ്മയ്ക്ക് അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കണമെന്ന് പറയുകയാണ്. അന്നേരം ഇത്രയും വലിയ വയറ് സംസാരിക്കുകയാണെങ്കിൽ അതൊക്കെ എങ്ങോട്ട് ചെയ്യാമെന്നും സത്യമ്മ കളിതമാശ എന്നുള്ളവർ പറയുകയാണ്. അന്നേരം പപ്പി പറയുന്നുണ്ട് കണ്ടില്ലേ എൻ്റെ മുടി എനിക്ക് ആരും ചെയ്തു തരില്ലല്ലോ, ഞാൻ എല്ലാവരും ചെയ്യുന്ന നോക്കിയില്ലേ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരമാണെങ്കിൽ പൊന്നി അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇനി 2 പേര് എണ്ണയൊക്കെ തേക്കണമെങ്കിൽ പൊന്നി അതിൻ്റെയോട് പറഞ്ഞാൽ മതി, പൊന്നി അതിൻ്റെ എക്സ്പെർട്ട് ആണെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം എൻ്റെ പൊന്നു സത്യാമ്മയെ ഞാൻ എണ്ണയും കൊണ്ട് ചെന്നാൽ അവർ ഓടി പോകത്തേ ഉള്ളൂ, ഇങ്ങനെ മുടി പാറി പറന്ന് നടക്കുന്നതാണ് ഇപ്പോഴത്തെ ഫാഷൻ എന്നാണ് പറയുന്നത്. അന്നേരം സത്യ പറയുന്നുണ്ട് നമ്മളിങ്ങനെ പാറി പറത്തി മുടി ഇങ്ങനെ ഇട്ടിരിക്കുന്നത് എന്തിനാണെന്ന് സത്യാമ്മയ്ക്ക് അറിയാമോ എന്ന് ചോദിക്കുകയാണ്. പപ്പി പറയുമെന്ന് പറയുകയാണ്. എൻ്റെ സത്യ തന്നെ പറഞ്ഞു എന്ന് പറയുകയാണ്. അന്നേരം സത്യ പറയുന്നുണ്ട് സ്കൂളിൽ ആനുവൽ ഡേ ആണ് വരുന്നത്, അപ്പോൾ നമ്മൾ ഡാൻസിനൊക്കെ ചേർന്നിട്ടുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, പിന്നെ പാരൻസിൻ്റെ പ്രോഗ്രാമും ഉണ്ട്, അപ്പോൾ അതിനെന്തായാലും വിഷ്ണു അച്ഛൻ വരണം ഞങ്ങളുടെ പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കാൻ എന്നിങ്ങനെ പറയുമ്പോൾ ഭാമയുടെ മുഖം പെട്ടെന്ന് അങ്ങോട്ട് മാറുകയാണ്. അന്നേരം ഇത്തവണ എന്തായാലും വിഷ്ണു അച്ഛൻ വരില്ലേ എന്നിങ്ങനെ പപ്പി ചോദിക്കുമ്പോൾ വരും, ആ സമയമാകുമ്പോൾ വിഷ്ണു അച്ഛൻ വരും, നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കുന്നത് ഈശ്വരന്മാർ എങ്ങനെയാണ്, അതുകൊണ്ട് നിങ്ങളുടെ അച്ഛൻ്റെ വരവിനായിട്ട് തന്നെയാണ് ഈ കുടുംബം കാത്തിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾക്ക് സന്തോഷമാകുന്നുണ്ട്. തുടർന്ന് പൊന്നിയോട് പറയുന്നുണ്ട് കുട്ടികളെ കൊണ്ടുപോയി കുളിപ്പിക്കുക എന്ന് പറയുകയാണ്. ഈ സമയത്ത് രാഘവൻ അകത്ത് അതേന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങി വരികയാണ്. എന്നിട്ട് കുളിച്ചിട്ട് പെട്ടെന്ന് കളർ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്ന് പറയുകയാണ്. അന്നേരം എന്തിനാ ഇപ്പോൾ കളർ ഡ്രസ്സ്, അവർ യൂണിഫോം ഇട്ട് സ്കൂളിൽ പോവുകയാണെന്നിങ്ങനെ ഭാമ പറയുന്നുണ്ട്. അന്നേരം അതേ പിന്നെ അന്ന് വെഡിങ് ആനിവേഴ്സറിക്ക് ഫോട്ടോ എടുക്കാനായിട്ട് ക്ലീറ്റ വന്നില്ലേ, ക്ലീറ്റ വരുമെന്ന് പറയുകയാണ്. അന്നേരം സത്യ പറയുന്നുണ്ട് എൻ്റെ പൊന്നച്ച ക്ലീറ്റ അല്ല ക്ലീറ്റസ് എന്ന് പറയുകയാണ്. അന്നേരം എന്തോ ആയിക്കോട്ടെ അയാൾ ഇങ്ങോട്ട് വരും ഫോട്ടോ എടുക്കാമെന്ന് പറയും, നിങ്ങളെയും ഫോട്ടോ എടുക്കാമെന്ന് പറയുന്നുണ്ട്. ഭാമ അങ്ങോട്ട് വീണ്ടും ഭാമ പറയുന്നുണ്ട് അതൊന്നും പറ്റില്ല, അവർക്ക് അങ്ങോട്ട് സ്കൂളിൽ പോകണം, അല്ലെങ്കിൽ വിഷ്ണുവിനും പിന്നെ ശാലിനിയുടെ അല്ലേ വെഡിങ് ആനിവേഴ്സറി, അവരല്ലേ ഫോട്ടോ എടുക്കേണ്ടത്, അവരൊന്നും ഇവിടെ ഇല്ലല്ലോ, പൊന്നിയതേ കുട്ടികളെ കൊണ്ടുപോയെന്ന് പറയുക. അന്നേരം കുട്ടികൾ സത്യം പറയുന്നുണ്ടില്ല ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കണമെന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോയ പപ്പി പറഞ്ഞ് അങ്ങോട്ട് അനുസരിക്കുമെന്ന് പറഞ്ഞ് ഭാമ ദേഷ്യപ്പെടുകയാണ്. പൊന്നി അവസാനം കുട്ടികളെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എന്നിട്ട് കുട്ടികൾ തിരിഞ്ഞെന്ന് പറയുകയാണ് നമ്മൾ കുളിക്കുകയൊക്കെ ചെയ്യാം, പക്ഷേ ഫോട്ടോ എടുത്തേ പോകത്തുള്ളൂ എന്നും പറഞ്ഞ് കുട്ടികൾ പൊന്നിയോടൊപ്പം പോകുന്നുണ്ട്. എന്നിട്ട് പിന്നെ രാഘവനാർ പറയണം അപ്പോൾ എൻ്റെ വാക്കിന് ഇവിടെ ഒരു വിലയില്ലേ, എന്നെ വെറും മണ്ടനാക്കുകയാണ്, കോമാളിയാക്കുകയാണ്, ഞാനിങ്ങനെ വെറുതെ ഇരിക്കുകയല്ലേ എന്നും പറഞ്ഞ് ഒരു പിണക്കം എന്ന പോലെ. എന്നിട്ട് ഭാമ പറയുന്നുണ്ട് അത് രാഘവേട്ട ഞാൻ കോമാളിയാക്കിയെന്നല്ലല്ലോ,
വിഷ്ണുവും ശാലിനിയല്ലേ ഫോട്ടോ എടുക്കാൻ വേണ്ടത്, അവരിപ്പോൾ ഇവിടെ ഇല്ലല്ലോ, അവർ വന്നിട്ടല്ലേ എടുക്കേണ്ടതെന്ന് പറയുകയാണ്. അന്നേരം അവർ എന്താ വരാത്തേ, അവരെന്താ വിളിച്ചിട്ടെടുക്കാത്തേ, ഞാൻ വിളിച്ചിട്ടെടുക്കണില്ല, അപ്പോൾ എന്താ കാര്യം, നീ വിളിച്ചായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ഭാമ പെട്ടെന്ന് പറഞ്ഞു ഒപ്പിക്കുന്നുണ്ട്, അത് ഞാൻ വിളിച്ചായിരുന്നു, വണ്ടി കേടായി എന്ന് പറയുകയാണ്. അന്നേരം എന്തോന്ന് ചോദിക്കുമ്പോൾ അതെ അവരുടെ ജീപ്പ് കേടായി, സർവീസിന് കയറ്റിയിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വരട്ടെ, അതാണ് കാര്യമല്ലേ, അല്ലാതെ പിന്നെ എന്നെ അവർ ധിക്കരിക്കത്തൊന്നുമില്ല, എൻ്റെ മോനും മരുമോളും ആണെങ്കിലും ഞാൻ പറയുന്ന പോലെ അനുസരിക്കത്തുള്ളൂ, അവർ വരട്ടെ, ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്, ഇത് നടത്തുമെന്ന് പറഞ്ഞാൽ രാഘവൻ നായർ നടത്തിയിരിക്കും എന്നിങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. അന്നേരം ഭാമ ആകെ ടെൻഷൻ അടിക്കുകയാണ്. ഇനി അടുത്ത ഇത് ഫോട്ടോ എടുക്കണം, ആനിവേഴ്സറി നാളെ കഴിഞ്ഞ് അടുത്ത ദിവസം അതാണ് നടക്കാൻ പോകുന്നത്, ഞാനത് ആഘോഷിക്കുക തന്നെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് രാഘവൻ നായർ ഇരിക്കുകയാണ്. അതിനുശേഷം ശാലിനിയും കൂട്ടി ശിവനാണെങ്കിൽ തിരിച്ച് യാത്ര തിരിക്കുന്നുണ്ട്. അന്നേരമാണ് ശാലിനി ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുകയാണ്. അന്നേരം ശിവൻ പറയുന്നുണ്ട്, പിന്നെ ഒരുപാട് സ്നേഹിക്കുന്നവർ ഒരുമിച്ച് ജീവിക്കില്ല എന്നാണ് പറയുന്നത്, ഒരുമിച്ച് ജീവിക്കുന്നവർ ഒരുപാട് അങ്ങനെ സ്നേഹിക്കത്തുമില്ല, അത് ശാലിനി ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം അതിജീവിച്ച് സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയും കഴിയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശാലിനി പറയുന്നുണ്ട്, അതൊക്കെ ശരി തന്നെയാണ്, വിഷ്ണുവേട്ടന് വേണ്ടിയിട്ട് ഞാൻ ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ളൊരു ഭാവം എനിക്കുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ വിഷ്ണുവേട്ടന് വേണ്ടി ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യാനായിട്ട് എനിക്ക് കഴിഞ്ഞില്ലല്ലോ, അപ്പോൾ പിന്നെ അത് ഈ പ്രശ്നങ്ങളൊക്കെ ഞാൻ അതിജീവിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ വേണം, പക്ഷേ അതിന് എന്നെ കൊണ്ട് കഴിയുന്നില്ല എന്ന് പറഞ്ഞിങ്ങനെ സങ്കടപ്പെടുന്നുണ്ട്. അന്നേരം ശിവനാണെങ്കിൽ വീണ്ടും ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, ഒന്ന് പൊട്ടി കരഞ്ഞാൽ തീരുകയാണെങ്കിൽ ആ സങ്കടമൊന്നും തീരുമെങ്കിൽ അതേപോലെ ചെയ്യണം, അല്ലാതെ ഇങ്ങനെ മരിച്ചവരെ കുറിച്ച് ആലോചിക്കേണ്ടെന്നല്ല, ആലോചിച്ച് വിഷമിച്ചിട്ട് അത് വെറുതെ കാര്യമില്ല, ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി അങ്ങനെ സമയം കണ്ടെത്തുകയാണ് വേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, അത് ശരി തന്നെയാണ്, വിഷ്ണുവിൻ്റെ പെട്ടെന്നുള്ള വേർപാട് എനിക്ക് താങ്ങാനായിട്ട് സാധിച്ചില്ല, പക്ഷേ ഇനി എനിക്ക് ഇതിനൊരു ശിവൻ്റെ ചെറിയൊരു സഹായം കൂടി വേണമെന്ന് പറയുകയാണ്. അന്നേരം എന്താണെങ്കിലും ശാലിനി പറഞ്ഞോളൂ എന്നിങ്ങനെ ശിവൻ പറയുന്നുണ്ട്. അന്നേരം വിഷ്ണുവിൻ്റെ ഓർഗൻസ് ആണെങ്കിലും ആർക്കൊക്കെയോ ദാനമായിട്ട് നൽകിയിട്ടുണ്ട്, ഹൃദയം, കണ്ണുകൾ, അങ്ങനെ, അപ്പോൾ അതൊക്കെ ആർക്കാണ് എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് ശിവൻ എന്നെ ഒന്ന് സഹായിക്കണം, ഒന്നുമില്ലെങ്കിലും വിഷ്ണുവേട്ടൻ്റെ കൂടെ ജീവിക്കുന്ന ആളുകളെ എനിക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്, ദൂരെ നിന്നെങ്കിലും ഒന്ന് കാണാൻ വേണ്ടി എന്ന് പറയുമ്പോൾ തീർച്ചയായും സഹായിക്കാം, അന്വേഷിച്ച് കണ്ടെത്തുക തന്നെ ചെയ്യാം എന്നിങ്ങനെ പറഞ്ഞ് യാത്ര തുടരുന്നുണ്ട്. ഈ സമയത്ത് ചന്ദ്രയാണെങ്കിൽ ശിവനെ ഫോൺ ചെയ്യുകയാണ്. അന്നേരം ഫോൺ എടുത്തിട്ട് ആ പെങ്ങൾ ചന്ദ്രയാണെന്ന് പറഞ്ഞിട്ട് ശിവൻ വണ്ടി ഒതുക്കുന്നുണ്ട്. എന്നിട്ട് പ്രകാശിനെ കുറിച്ച് സംസാരിക്കാനായിരിക്കും, ശാലിനി കൂടി കേൾക്കേണ്ടതായിരിക്കും, ഞാൻ സ്പീക്കറിൽ ഇടാമെന്ന് പറഞ്ഞിട്ട് ശിവൻ ഫോൺ സ്പീക്കറിൽ ഇടുകയാണ്. എന്നിട്ട് ഹലോ സംസാരിക്കുന്നുണ്ട്. അന്നേരം ചന്ദ്ര പറയുന്നുണ്ട്, രംഗത്ത് വീട്ടുകാർ വിവാഹം ഒഴിഞ്ഞു എന്ന് പറയുകയാണ്. അന്നേരം അത് സന്തോഷമുള്ള വാർത്തയല്ലേ എന്ന് പറയുമ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അച്ഛനാണെങ്കിൽ വേറെ വിവാഹം നടത്തി അടങ്ങുമെന്നും പറഞ്ഞ് നിൽക്കുകയാണ് എന്നുള്ളത്. അന്നേരം നിൻ്റെ ഇഷ്ടമില്ലാതെ ഒന്നും നടക്കില്ല, ഈ ശിവനാണ് നിനക്ക് വാക്ക് തന്നിരിക്കുന്നത്, നിൻ്റെ വിവാഹം ഞാൻ പ്രകാശനമായിട്ട് നടത്തുക തന്നെ ചെയ്യും എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഇത് ചന്ദ്ര ഇങ്ങനെ ഫോൺ ചെയ്യുന്നത് അപ്പുറത്തെ പിന്നെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ മഹേന്ദ്രനാണെങ്കിൽ കേട്ടുകൊണ്ട് വന്നത് പുറകിൽ നിന്നിങ്ങനെ ശ്രദ്ധിക്കുകയാണ്. അതിനിടയ്ക്ക് ഫോൺ ചെയ്യുന്നു പറഞ്ഞ് മഹേന്ദ്രൻ പിന്നെ വന്ന് നിൽക്കുന്നുണ്ട്. അന്നേരം അച്ഛൻ വാശി തന്നെയാണ്, ഒന്നും നടക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരമാണെങ്കിൽ പെട്ടെന്ന് മഹേന്ദ്രനാണെങ്കിൽ പിന്നിൽ കൂടി വന്നിട്ട് ഈ ഫോൺ അങ്ങോട്ട് പിടിച്ചു വാങ്ങുകയാണ്. അന്നേരം പിന്നെ ചന്ദ്ര പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഏട്ടനോടാണ് സംസാരിക്കുന്നത്. അന്നേരം ശിവന് മനസ്സിലാവുന്നുണ്ട് മഹേന്ദ്രൻ ഫോൺ വാങ്ങിച്ചു എന്നുള്ളത്. അന്നേരം ശിവൻ പെട്ടെന്ന് മഹേന്ദ്രൻ കേൾക്കാൻ വേണ്ടി തന്നെയാണ് പറയുന്നുണ്ട്, മോളൊന്നും കൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല, നിൻ്റെ വിവാഹം നടത്തുമെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ്, അതിന് അച്ഛനല്ല ആര് വന്നാലും എതിർത്ത് നിൽക്കാനായിട്ടൊന്നും സാധിക്കില്ല, ഇവിടെ നിയമമുണ്ട്, സ്ത്രീ സംരക്ഷണ അതുകൊണ്ട്, അപ്പോൾ ഓരോന്നിനും ഓരോ നിയമങ്ങളെയാണ്, ആരെയും ഒന്നും ചെയ്യാനൊന്നും സാധിക്കില്ല, നിൻ്റെ ഇഷ്ടമില്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല, എൻ്റെ കൂടെ ജില്ലാ കളക്ടറുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ മഹേന്ദ്രൻ ആകപ്പാടെ അങ്ങോട്ട് ദേഷ്യം വരികയാണ്. മഹേന്ദ്രൻ പെട്ടെന്ന് അങ്ങോട്ട് ഫോൺ കട്ടാക്കുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ ചന്ദ്ര വീണ്ടും പറയുന്നുണ്ട്, അന്നേരം തല്ലാനൊക്കെ വരുന്നുണ്ട്, പക്ഷെ തല്ലുന്നതൊന്നുമില്ല. എന്നിട്ട് പറയണം, അപ്പോൾ ജില്ലാ കളക്ടറെയും കൂട്ടുപിടിച്ച് അച്ഛനെ തോൽപ്പിക്കാനായിട്ട് വന്നിരിക്കുകയാണല്ലേ എന്ന് പറഞ്ഞ് ഫോൺ അങ്ങോട്ട് എറിയുകയാണ് തറയിലത്തേക്ക്. എന്നിട്ട് ശിവൻ വീണ്ടും അവിടെ ചന്ദ്രയെ ഫോൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ശിവൻ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ശാലിനി ഇതെല്ലാം കേട്ടിരിക്കുന്നുണ്ട്. ചന്ദ്ര അവിടെ ആകെ വിഷമിച്ചിരിക്കുന്നുണ്ട്. ആ സ്ത്രീ സംരക്ഷണ സമിതിക്കാർ ആരാണെന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാമെന്നൊക്കെ മഹേന്ദ്രൻ അവിടെ പറയുന്നുണ്ട്. ഈ സമയം അവിടെ ഹോസ്പിറ്റലിൽ ശാരദാമ്മയാണെങ്കിൽ ഡോക്ടറുടെ ക്യാബിനിലേക്ക് വരുന്നുണ്ട്. അന്നേരം ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിച്ച് അവിടെ പ്രശ്നമൊന്നും ഇല്ലാന്ന് തോന്നുന്നു, പക്ഷേ ക്യാബിനിലേക്ക് ഡോക്ടർ വിളിപ്പിക്കുന്നുണ്ട്. അന്നേരം എന്താ വരാൻ പറഞ്ഞാന്ന് ചോദിക്കുമ്പോൾ ഇരിക്കാൻ പറയുന്നുണ്ട്. എന്നിട്ട് എന്തെങ്കിലും കുഴപ്പം ശാരീരികം ചോദിക്കുമ്പോൾ സംസാരിക്കാനാണ് വിളിച്ചത്, പിന്നെ കുഞ്ഞിന് ഗർഭസ്ഥ ശിശുവിന് ക്ഷതമേറ്റിട്ടുണ്ട്, അപ്പോൾ പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കുഞ്ഞിനെ കിട്ടാനായിട്ട് സാധ്യതയില്ല എന്ന് പറയുകയാണ്. അന്നേരം ശാരദാമ്മ ഇങ്ങനെ ആ ടെൻഷൻ ആവുന്നുണ്ട്, മാസം തികയാതെ പ്രസവിച്ചാൽ അപ്പോൾ കുഞ്ഞിന് ദോഷമില്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം അതാണ് പറഞ്ഞത്, അപ്പോൾ ചില
ചിലപ്പോൾ എന്തെങ്കിലും അംഗവൈകല്യങ്ങളോ എന്തെങ്കിലും ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അത് 50-50 ചാൻസാണ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ വീഴ്ച കൊണ്ടാണോ സംഭവിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഒരുപക്ഷെ അതാകാൻ കാരണം ഞാനിങ്ങനെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞതേ ഉള്ളൂ, അതിന് വിഷമമൊന്നും വിചാരിക്കേണ്ട, ഈശ്വരനോട് പ്രാർത്ഥിക്കുക എന്നൊക്കെ ഡോക്ടർ പറയുകയാണ്. അന്നേരം ശാരദാമ്മ അത് ആലോചിക്കുന്നുണ്ട്. ആ ഉണ്ടായ സംഭവമാണെങ്കിൽ ശാരദാമ്മ ഇങ്ങനെ വെള്ളം കോരി ബക്കറ്റിലേക്ക് നിറയ്ക്കുന്നുണ്ട്. അന്നേരം ശാരികയും ശ്യാമയൊക്കെ ചേർത്ത് വിളിക്കുകയാണ്, ആരെങ്കിലും ഇതൊന്ന് കൊണ്ടുപോയിക്കുക, എല്ലാത്തിനും ഞാൻ തന്നെ ചെയ്യണമെന്നും പറഞ്ഞ് ശാരദാമ്മ വെപ്രാളപ്പെട്ട് ജോലി ചെയ്യുകയാണ്. അന്നേരം ശാരിക വരുന്നുണ്ട്, ഞാൻ എടുത്തുകൊണ്ട് വയ്ക്കാമെന്ന് പറയുകയാണ്. അന്നേരം വേണ്ട, ശ്യാമ ഒന്ന് എടുത്തുകൊണ്ട് പോകുമെന്ന് പറയുകയാണ് ശാരദാമ്മ. അന്നേരം വേണ്ട, എന്നെയും കൂടി ചേർത്തല്ലേ പറഞ്ഞ്, ഞാൻ കൊണ്ടുവയ്ക്കുക, എന്താണ് സംഭവിക്കുക നോക്കട്ടെ എന്ന് പറയുകയാണ്. അന്നേരം എങ്കിൽ പിന്നെ കൊണ്ടുവയ്ക്കുക, പറഞ്ഞ കേട്ടില്ലേ പിന്നെ ഞാൻ എന്താ ചെയ്ത്, കുട്ടികളിയല്ലല്ലോ, വരുന്നിടത്ത് വെച്ച് അനുഭവിക്കുക എന്ന് പറഞ്ഞ് ശാരദാമ്മയ്ക്കാണെങ്കിൽ ആ ശാലിനി പോയ ആ ഒരു ടെൻഷനൊക്കെ കൊണ്ടാണ്. എന്നിട്ട് ശാരദാമ്മ അങ്ങ് വെള്ളം കോരുന്നുണ്ട്. പക്ഷേ ശാരിക വെള്ളം എടുത്ത് മുന്നോട്ട് നീങ്ങുമ്പോൾ അങ്ങ് വീഴുകയാണ് ചെയ്യുന്നത്. ആ ഒരു സംഭവം ശാരദാമ്മ ആലോചിക്കുകയാണ്, മനസ്സറിയാതെ അങ്ങ് പറഞ്ഞും പോയി. ശാരദാമ്മയുടെ കയ്യിൽ നിന്നും കൂടിയാണല്ലോ അങ്ങനെ ഒരു തെറ്റ് വന്നതൊക്കെ. അന്നേരം ഡോക്ടർ വീണ്ടും ശാരദാമ്മയെ നിന്ന് വിളിക്കുകയാണ്. ശാരദാമ്മ ഇതൊക്കെ ആലോചിച്ചിരിക്കുമ്പോൾ അന്നേരം വിഷമിക്കുകയൊന്നും വേണ്ട, പ്രാർത്ഥിക്കുക, ഒരു ചാൻസ് പറഞ്ഞതേ ഉള്ളൂ, എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശാരദാമ്മ വിഷമിച്ചിരിക്കുകയാണ്. ഇതേ സമയം അവിടെ രാഘവൻ നായരാണെങ്കിൽ ഒരു ഓട്ടോ പിടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം ഓട്ടോക്കാരെ അമ്മാവ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ചോദിക്കുമ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്, അവിടെ എവിടെയെങ്കിലും നിർത്തിയാൽ മതി, എൻ്റെ മോനെ വിഷ്ണു വരുമെന്ന് പറയുകയാണ്. അന്നേരം ശരിയെന്നും പറഞ്ഞിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ നിർത്തിയാൽ മതി എന്നും പറഞ്ഞ് നിർത്തുന്നുണ്ട്. അന്നേരം രാഘവൻ നായർ ഇറങ്ങി അങ്ങ് പോവുകയാണ്. അന്നേരം അമ്മാവ ഇത് എങ്ങോട്ടാണ് പോകണമെന്ന് ചോദിക്കുമ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക്, എൻ്റെ മോൻ വരുമെന്ന് പറയുകയാണ്. അന്നേരം അമ്മാവൻ എവിടെ വേണമെങ്കിലും പൊയ്ക്കോ, അമ്മാവനെ ഓട്ടോ പിടിച്ചാണ് വന്നിരിക്കുന്നത്, എൻ്റെ കാശിഞ്ഞ് തന്നാൽ മതി എന്ന് പറയുകയാണ്. അന്നേരം കാശോ, അതെ എൻ്റെ മോൻ വിഷ്ണു ഇപ്പോൾ ട്രെയിനിൽ വരും, ഞാൻ വെയിറ്റ് ചെയ്താൽ അവൻ്റെ വാങ്ങിത്തരാമെന്ന് പറയുകയാണ്. അന്നേരം ഓട്ടോക്കാരൻ അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട്. അന്നേരം വെയിറ്റ് ചെയ്തില്ലെങ്കിലോ ചോദിക്കുമ്പോൾ കാശില്ലാതെ താൻ പോകണം എന്ന് പറഞ്ഞിട്ട് ഇതെന്ത് കൂത്തെന്നും പറഞ്ഞ് രാഘവൻ നായർ നടക്കുകയാണ്. അന്നേരം ഈ ഓട്ടോക്കാരൻ രാഘവൻ നായരെ പിടിച്ച് നിർത്തുന്നുണ്ട്. അതെ, അപ്പോൾ രാവിലെ ഏണിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണല്ലേ, ചാരാൻ എന്നെ കിട്ടിയുള്ളൂ അല്ലേ എന്നും പറഞ്ഞ് പിടിച്ചു വെച്ചിരിക്കുകയാണ്, എൻ്റെ കാശ് താന്ന് പറയുകയാണ്. അന്നേരം എൻ്റെ മോൻ വരും, ഞാൻ ആരാണെന്ന് തനിക്കറിയാമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് രാഘവൻ നായർ ബഹളം വെക്കുന്നുണ്ട്. ഈ സമയത്ത് കുറേ ആൾക്കാർ ഇങ്ങനെ ഓടി കൂടുന്നുണ്ട്. അതിൽ ഒരാൾ ഇങ്ങനെ ഈ സീനെല്ലാം ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്. അന്നേരം ഒരു വൃദ്ധനായ ഒരാൾ തന്നെ ചോദിക്കുന്നത്, എന്തിനാ ഇപ്പം ഇയാളെ, പാവപ്പെട്ട ഇയാളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നതെന്ന് വഴക്ക് പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അതെ രാവിലെ ഓട്ടോയും പിടിച്ച് വന്നിട്ട് കാശ് ചോദിച്ചപ്പോൾ ഇല്ല, നല്ല ഒന്നാം തരം പണിയാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആരാണെന്ന് അറിയാമോ എന്നൊക്കെ ഇങ്ങനെ രാഘവൻ നായർ ചോദിക്കുകയാണ്. അതേ ഫ്രാഡ്, നല്ല ഒന്നാം തരം ഫ്രാഡ് എന്നൊക്കെ പറഞ്ഞ് ഓട്ടോക്കാരൻ വഴക്ക് പറയുന്നുണ്ട്. രാഘവൻ നായരെ പിടിച്ചു വയ്ക്കുന്നു. പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ ആ ഒരു ചെറിയൊരു സീൻ അവിടെ അരങ്ങേറുകയാണ്. ഇത്രയുമാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇത് വീണ്ടും ഇങ്ങനെ ഇനി ഫേസ്ബുക്കിലോ എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇടുകയായിരിക്കും ചെയ്യുന്നത്. അതോ ഇനി ശാലിനിയും ശിവനും കൂടി കണ്ടുകൊണ്ട് വരുമോ, ഇനി വീഡിയോ കണ്ടാലെങ്കിലും വരുമോ, അവിടെ വീണ്ടും പ്രശ്നമാകുന്നതൊക്കെയാണ്. അത് നമുക്ക് അടുത്ത എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് നോക്കാം എന്താണ്. എന്തായാലും രാഘവൻ നായർ ആ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ മാലയിടയിൽ നടക്കുമോ ഇല്ലയോ എന്ന് നോക്കാം. ഓക്കെ, താങ്ക് യു.